Assalamu alaikum. Welcome to Max class. We can start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma rabbi sidni ilma rabbi sidni ilma. Today we are going to start a new chapter, that is chapter 4, subtraction. You already studied subtraction in your previous class, that is in second standard. So in this unit you will learn to subtract 3-digit numbers with a regrouping, subtract 4-digit numbers without regrouping, and estimate the difference between two numbers. And subtraction of 3-digit numbers with regrouping means borrow ചെയ്ത് എടുക്കുന്നത്. പിന്നെ without regrouping borrow ചെയ്യാത്ത normal subtraction. And estimation നമ്മൾ ഓൾറെഡി എന്തിൽ പഠിച്ചു? അഡിഷനിൽ പഠിച്ചായിരുന്നു. രണ്ട് നമ്പേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ റൗണ്ട് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ അഡിഷൻ്റെ എസ്റ്റിമേഷൻ എസ്റ്റിമേറ്റഡ് സമ്മ് കണ്ടായിരുന്നു. അതുപോലെ ഈ ചാപ്റ്ററിൽ എന്താണ് സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അവിടെയും റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ടെൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റഡ് ഡിഫറൻസ് മീൻസ് രണ്ട് നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എസ്റ്റിമേറ്റഡ് ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഈ ചാപ്റ്ററിലുണ്ട്. ദെൻ the first topic of this chapter is subtraction of 3-digit numbers with a regrouping. Regrouping വെച്ചിട്ട് റീഗ്രൂപ്പിങ്ങോട് കൂടി രണ്ട് 3-digit numbers subtract ചെയ്യണം, അതായത് borrow ചെയ്തെടുക്കുന്ന subtraction. We can do examples. Let us try 4.1. First question. Find the difference and verify your answer. Find the difference. That means subtract these two numbers. 938 minus 317. 938 minus 317. You have to subtract these two numbers. Listen here. 938, first you have to write the first number, then minus 317. How will you subtract that? You have to subtract from the ones place onwards. This is ones place, this is tens, and this is 100, isn't it? And one here, the ones place, the numbers in the ones place are 8 and 7. 8 minus 7, we know that 8 minus 7 is 1. 8 നിന്നും 7 പോകുമ്പോൾ എത്ര കിട്ടും? 1. And 3 minus 2, 3 minus 1, 3 minus 1 is answer 2. And 9 minus 3 is 6. So the answer of this subtraction is 621. And the difference between these two numbers is 621. Next question. 365 minus 126. 365 minus 126. This is ones, this is tens, and this is 100. And listen here, 5 minus 6. We know that 5 is less than 6. ഒരു ചെറിയ നമ്പറിൽ നിന്നും ഒരു വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ മുകളിൽ കിടക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്, താഴെ 6 ആണ്. അപ്പോൾ 5 ഈസ് ലെസ് ദാൻ 6. 5 6-നേക്കാളും ചെറുതാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. 5 minus 6 ഈസ് നോട്ട് പോസിബിൾ. സോ വി വോണ്ട് ടു borrow one from the next place. നെക്സ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് ആണ്. ടെൻസ് പ്ലേസിൽ നിന്നും നമുക്ക് 1 ഇങ്ങോട്ട് ബോറോ ചെയ്യണം. ബോറോ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കുക എന്ന് പറയും അല്ലേ. അതാണ് റീഗ്രൂപ്പിംഗ് വെച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ബോറോ ചെയ്യും. ഈ 6-ൽ നിന്നും 1 ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പം ഈ വൺസ് പ്ലേസിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വേണം അത് കൊടുക്കാൻ. ദാറ്റ് ഈസ് ഈ 5 എന്ന് പറയുന്നത് 15 ആവും. ഓക്കെ.
5 will become 15. And ഇവിടുന്ന് 6ൽ നിന്നും 1 ബോറോ ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് 1 മൈനസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഒന്ന് കുറഞ്ഞു, ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് എടുത്തപ്പോൾ 1 മൈനസ് ആയി. സോ ഇറ്റ് വിൽ ബിക്കം 5. Then 15 minus 6. 15 minus 6 means 9. And 10's place there is 5 and 2. 5 minus 2 is 3. And 3 minus 1 is 2. So the difference between these two numbers is 3, 239. Okay. Then next example, see 900 minus 358. 900 minus 358. We know that any number minus 0 is that number itself. അല്ലേ, ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താലും നമുക്ക് ആ ഏത് നമ്പറാണോ ആ സർട്ടൺ നമ്പർ തന്നെ കിട്ടും അല്ലേ. അപ്പോൾ 8 മൈനസ് 0 ആണെങ്കിൽ 8 തന്നെയാണ് ആൻസർ. ബട്ട് 0 മൈനസ് 8 ഈസ് നോട്ട് പോസിബിൾ. 0യിൽ നിന്നും 8 മൈനസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. 0യിൽ നിന്നും 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1 borrow ചെയ്യണം. So it is 1's place, it is 10's place and 100. Listen here, here it is 0. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ 0 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് 1 ഇങ്ങോട്ട് borrow ചെയ്യണം. Then moving to the 10's place, here is also 0. ഇവിടുന്ന് 1 borrow ചെയ്യണമെങ്കിൽ ഇവിടെ 1നേക്കാളും കൂടുതൽ വേണം അല്ലേ. But here is the number is 0. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടുന്ന് എടുക്കണം, ഇവിടുന്ന് ബോറോ ചെയ്യണം. ഈ 100 പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ 100 പ്ലേസിൽ നിന്ന് 10സിലോട്ടേ ബോറോ ചെയ്യാൻ പറ്റൂ. ഈ 100ൽ നിന്ന് ഡയറക്റ്റ് 1സിലോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് 100 പ്ലേസിൽ നിന്ന് 10th പ്ലേസിലോട്ട് 1 എടുക്കണം. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് 1 എടുക്കുമ്പോൾ ഇതെന്ത് വരും? 10 വരും. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ലെസ് ആകുമ്പോഴത്തേക്കും ഇത് 8 ആയി മാറും അല്ലേ. ഇപ്പോൾ ഇവിടെ 10 ഉണ്ട്. ഇനി നമുക്ക് 1's പ്ലേസിലോട്ട് എന്ത് ചെയ്യാം? 1 ബോറോ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് 1 ബോറോ ചെയ്യുമ്പോൾ ഇതെന്താവും? ദിസ് വിൽ ബിക്കം 10 ആൻഡ് ദിസ് 10 വിൽ ബിക്കം 9. Isn't it? Then 10 minus 8. Normal subtraction. 10 minus 8 is 2. 9 minus 5 is 4. And 8 minus 3 is, what is 8 minus 3? 5. So the answer is 542. And this difference between 900 and 358 is 542. Okay. Second question. Moving to the second question. How much should be subtracted from 974 to get 778? 974ൽ നിന്നും എത്ര ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് 778 കിട്ടിയതെന്ന് ഫൈൻഡ് ചെയ്യണം. How will you find that? How much should be subtracted from 974 to get 778? ഏതോ ഒരു നമ്പർ 974ൽ നിന്നും സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 778 ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ആ നമ്പർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, അത് ആ 974ൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് 974 minus 778. These two numbers are 3-digit numbers, and look at the ones place. First we have to subtract the ones place. 4 minus 8. We know that 4 is less than 8. 4 8നേക്കാളും ചെറിയ number ആണ്. So this 4 minus 8 is not possible, and we want to borrow 1 from the 10th place. So
when we take 1 from here, this 1's place become 14, and the one here the number 1 is reduced from 7, and this will become 6. Will become 6. Okay, then 14 minus 8. We know that 14 minus 8 is 14 minus 8 is 6, and 6 minus 7. We know that 6 is less than 7. 6 7 ekkalum cherudanu. So that 6 minus 7 is not possible. Here also we want to borrow 1 from the hundreds place to the tens place. So here from 1, the tens place becomes 16, and 1 is reduced from here, and this is become 8. Okay, then 16 minus 7. We know that 16 minus 7 is 9. Okay, 16 il 7 minus cheyumbo we will get 9, and 8 minus 7 is 1. 196. So when we subtract 196 from this number, we got this answer. Okay, ഏത് നമ്പർ ആയിരുന്നു? 974ൽ നിന്നും നമ്മൾ 196 മൈനസ് ചെയ്തപ്പോഴായിരുന്നു നമുക്ക് 778 ആൻസർ കിട്ടിയത്. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. How much should be added to 68 to get 800? How much should be added to 68 to get 800? 68ന്റെ കൂടെ ഏത് നമ്പറും കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 800 ആൻസർ കിട്ടിയെന്ന് ഫൈൻഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ആ കിട്ടിയ ആൻസർ 800ൽ നിന്നും ഈ 68 മൈനസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏത് നമ്പർ ആയിരുന്നു 68ന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതെന്നും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ 800 minus 68. Listen here. Here one number is 3 digit number, and the next number is 2 digit number. അപ്പോൾ 2 digit number ആകുമ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൈനസ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ അങ്ങ് എഴുതി വെക്കരുത്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ദിസ് ഈസ് റോങ്. ഓക്കെ, എങ്ങനെ വേണം എഴുതാൻ? ആദ്യം 800 എഴുതണം, 1s 10s 100 കൊടുക്കുക, എന്നിട്ട് ആ 1s പ്ലേസിൽ വേണം 68ൻ്റെ 8 എടുത്ത് എഴുതാൻ, ആൻഡ് 10s പ്ലേസിൽ വേണം 6 എഴുതാൻ. ഓക്കെ, ദെൻ subtract. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ 0 minus 8 is not possible. Here is also 0. We want to borrow 1 from first from 100 place to 10s place. So 1 is reduced from here. This 8 will become 7. Okay, then this number will become 10. When we borrow 1 from 10s to 1s, this number will become 9, and this will become 10. 10 minus 8 is 2. 9 minus 6 is 3. And this number is 7. So, answer is 732. Okay. Next question number 4. A 500-meter race needs to be completed in 1.5 minutes. Shreya finishes the race within time. Rohan could cover only 416 meters in the given time. How many meters is Rohan short of completing the race? What is the meaning of the question? ഒരു റേസ് നടന്നു, അതിൽ 1.5 minutes കൊണ്ട് 500 meter കവർ ചെയ്യണം, ഓടി ജയിക്കണം. ശ്രേയ കറക്റ്റ് ടൈം എടുത്ത് തന്നെ റേസ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് റോഹൻ കുഡിൻ കവർ. റോഹൻ എത്ര മാത്രമേ ഉള്ളൂ ആ ടൈം? 1.5 minutes കൊണ്ട് റോഹൻ 516 meters മാത്രമേ ഫിനിഷ് ആക്കിയുള്ളൂ. ദെൻ ഹൗ മെനി മീറ്റേഴ്സ് ഈസ് റോഹൻ ഷോർട്ട് ഓഫ് കംപ്ലീറ്റിംഗ് ദ റേസ്? അപ്പോൾ ഇനി എത്ര മീറ്ററും കൂടെ ഓടിയാൽ മാത്രമേ റോഹന് ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യണം? ദെൻ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ statements.
meters completed by Shreya in the race is equal to 500 meter. Okay, then meters completed by Rohan is equal to 416 meter. Meters short for Rohan to complete the race is equal to എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് റീച്ച് ചെയ്യേണ്ട എത്രയാണ്, നമുക്ക് എത്ര മീറ്റർ ആണ് 1.5 1.5 മിനിറ്റ് കൊണ്ട് റീച്ച് ചെയ്യേണ്ടത്? 500 മീറ്റർ ആണ്. റോഹൻ only completed 416 meter. So meter short for Rohan to complete the race means we want to subtract this 416 from 500, then we can find the answer. So 500 minus 416, that is equal to, first you write 500, then 416, ones, tens, 100. Here is also 0 and down it is 6. 0 minus 6 is not possible. Borrow from this number. First we have to borrow from hundreds place to tens place. Then you can borrow the number from tens to 1. So this tens place will become 9 and this will become 10. And we know that 10 minus 6 is 4. 9 minus 1 is 8 and 4 minus 4 is 0. So no need of writing this 0. This 0 has no value. So the answer is 84. 84 മീറ്ററും കൂടെ ഓടിയാൽ മാത്രമേ 1.5 മിനിറ്റ് കൊണ്ട് 84 മീറ്ററും കൂടെ റൺ ചെയ്തെങ്കിൽ മാത്രമേ ആ റേസ് ആർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു? റോഹന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. സോ we have some more exercises. That exercises we can do in the next class. Today's class is over. Assalamu alaikum.